നമസ്കാരം. ഗീതാ സബരിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയുടെ ശരിയായ അർത്ഥം ഓരോരോ ശ്ലോകമായി ചിന്തിക്കുന്ന ഒരു പരിപാടിയാണ് ഗീതാ സബരിയ. ഇന്ന് ചിന്തിക്കുന്നത് മൂന്നാമത്തെ അധ്യായത്തിലെ കർമ്മയോഗം എന്ന മൂന്നാമത്തെ അധ്യായത്തിലെ ആദ്യ 2 ശ്ലോകങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഭഗവത്ഗീത യുദ്ധരംഗത്ത് നിൽക്കുന്ന അർജുനന് ഉണ്ടാകുന്ന ശോകമോഹം ഇല്ലാതെയാക്കാൻ വേണ്ടി, ഉള്ളിലുണ്ടാകുന്ന തീവ്രമായ മാനസ സന്താപമാണ് ശോകം. ആ ശോകത്തിന് കാരണമായ തിരിച്ചറിവില്ലായ്മ, അവിവേകം ആണ് മോഹം. തിരിച്ചറിവില്ലായ്മ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അർജുനൻ ധർമ്മസംരക്ഷണത്തിനായിട്ട് അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന ഒരു സോൾജിയറാണ്, ഒരു ക്ഷത്രിയനാണ്. ആ സോൾജിയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിചാരിക്കുന്നു, തെറ്റിദ്ധരിക്കുന്നു, ഞാൻ കേവലം ഒരു കൊച്ചുമകനാണ്, ഭീഷ്മ പിതാമഹൻ്റെ കൊച്ചുമകനാണ്, ഞാൻ ഈ ദ്രോണാചാര്യരുടെ ഒരു അരുമശിഷ്യനാണ് എന്ന രീതിയിൽ അദ്ദേഹം അവനവനെക്കുറിച്ച് തെറ്റായ ധാരണയുണ്ടാകുന്നു. ഈ തെറ്റായ ധാരണ കൊണ്ട് അദ്ദേഹത്തിന് യുദ്ധമാണ് ഈ ക്ഷത്രിയൻ്റെ അഥവാ ഈ സോൾജിയറുടെ കർത്തവ്യം, ഡ്യൂട്ടി. പക്ഷേ അത് മാറിയിട്ട് ആ ധർമ്മം, ആ ഡ്യൂട്ടി യഥാർത്ഥത്തിൽ അധർമ്മമാണെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും ഒരു സോൾജിയർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. പക്ഷേ അർജുനൻ വിചാരിക്കുന്നു, ഇവിടെ ഈ യുദ്ധത്തിൽ നിന്ന്, അതായത് തൻ്റെ ഈ ബന്ധുക്കളോടുള്ള ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയലാണ് എനിക്ക് ധർമ്മം, എൻ്റെ ഡ്യൂട്ടി, യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യേണ്ടത് അതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഒരിക്കലും പിന്തിരിയാൻ പാടില്ല. അങ്ങനെ അധർമ്മത്തെ ധർമ്മമായി കാണുകയും ധർമ്മത്തെ, അതായത് യുദ്ധം ചെയ്യുക എന്ന സോൾജിയറുടെ ധർമ്മത്തെ ഇവിടെ അധർമ്മമായി കാണുകയും ചെയ്തതാണ് അർജുനന് വന്ന ഒരു മോഹം അഥവാ അവിവേകം. മോഹം മലയാളത്തിലെ ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലല്ല, ഇവിടെ അത് അവിവേകം എന്നുള്ള അർത്ഥത്തിലാണ്. ആ മോഹത്തിൻ്റെ ഫലമായിട്ടാണ് അർജുനൻ്റെ ഉള്ളിൽ തീവ്രമായ മാനസ സന്താപം ഉണ്ടാകുന്നത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കൊക്കെ അനുഭവപ്പെടുന്നതാണ് ഈ തീവ്രമായ ഈ ഡിപ്രഷൻ, എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ, ആ കർമ്മത്തിൽ നിന്ന് പിന്തിരിയുന്ന അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ ഭഗവത്ഗീതയുടെ ശരിയായ ഉപദേശം കൊണ്ടാണ് നമ്മുടെ മനസ്സ് വീണ്ടും കർമ്മോന്മുഖമായി തീരുന്നത്. അതിന് സഹായിക്കുന്ന ഒരു ടെക്സ്റ്റാണ് ഭഗവത്ഗീത. അതിന് കാരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഭഗവത്ഗീത മനസ്സിൻ്റെ ഒരു യൂസർ മാനുവലാണ്. മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കണം, മനസ്സിന് കർമ്മം എന്ന ഒരു ഘടകമുണ്ട്, അതേപോലെ മനസ്സിന് അറിവ്, ജ്ഞാനം എന്ന ഒരു ഘടകമുണ്ട്, അതേപോലെ മനസ്സിന് ആറ്റിറ്റ്യൂഡ്, ശ്രദ്ധ അഥവാ ഭക്തി എന്ന മറ്റൊരു ഘടകമുണ്ട്. ഈ 3 ഘടകങ്ങളും മനസ്സിൽ സ്വതവേ സ്വാഭാവികമായി തന്നെ പ്രവർത്തിക്കുന്നതാണ്. നമ്മളതിനെ സംസ്കരിച്ച് ശരിയായ രീതിയിൽ, കർമ്മത്തെ സംസ്കരിച്ച് ശരിയായ കർമ്മമാക്കി മാറ്റിയില്ലെങ്കിൽ ദുഷ്കർമ്മങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകും. അതുപോലെ ജ്ഞാനത്തെ, അറിവിനെ ശരിയായ അറിവിലേക്ക് നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് തെറ്റിദ്ധാരണകളുണ്ടാവും. അതേപോലെ നമ്മുടെ വൈകാരികതയെ, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ, നമ്മുടെ ഭക്തി, ശ്രദ്ധ, ഇതിനെ നമ്മൾ ശരിയായ രീതിയിൽ, ശരിയായ വൈകാരികത മനസ്സിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ തെറ്റായ വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ കയറിക്കൂടും. ഇങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഈ ഘടകങ്ങളെ നമുക്ക് സ്വയം സംസ്കരിച്ച് നന്നാക്കിയെടുത്ത് എങ്ങനെ നമുക്കൊരു നല്ല വ്യക്തിയായി തീരാം എന്ന ഒരു ഉപദേശമാണ് നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടുന്നത്. അതിലാദ്യത്തെ 6 അധ്യായം കർമ്മത്തെ സംബന്ധിക്കുന്ന, പ്രധാനമായി കർമ്മത്തെ സംബന്ധിക്കുന്ന ഉപദേശമാണ്. അതുകൊണ്ട് അതിനെ കർമ്മകാണ്ഡം എന്ന് പറയും. അതേപോലെ 7ാമത്തെ അധ്യായം മുതൽ 12ാമത്തെ അധ്യായം വരെയുള്ള മധ്യത്തിലുള്ള 6 അധ്യായങ്ങൾ ഉപാസനാകാന്ഡം എന്ന് പറയും. അതായത് മനസ്സിന്, നമ്മുടെയൊക്കെ മനസ്സിന് തനിയെ നമുക്കിഷ്ടപ്പെട്ട വിഷയത്തിൽ പോയി ഏകാഗ്രമായി നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. നമുക്കിഷ്ടപ്പെട്ട വിഷയം എന്താണോ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കെല്ലാവർക്കും ഉണ്ട്. അങ്ങനെ നമ്മുടെ മനസ്സ് ഇഷ്ടപ്പെട്ട വിഷയത്തിലേക്ക് തനിയെ പോയി ഏകാഗ്രമാകും. അത് നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയത്തിലേക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരും, അതാണ് ഈ ഏകാഗ്രത. നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ കൊണ്ടുവന്ന്
നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി. അതിനാണ് ഉപാസന എന്ന് പറയുന്നത്. ആ ഉപാസനാകാന്ഡമാണ് 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ. 13 മുതൽ 18 വരെയുള്ള അവസാനത്തെ 6 അധ്യായങ്ങൾ ജ്ഞാനകാന്ഡമാണ്. അതായത് മനസ്സ്. ഭഗവത്ഗീതയിലെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുറച്ച് ഇൻഫർമേഷൻ തരുന്നതല്ല. ഭഗവത്ഗീതയിലെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ശരീരത്തെയും അവനവൻ്റെ മനസ്സിനെയും കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് അതിൻ്റെ ഫലമായി ഈ മനസ്സുകളെ നിരീക്ഷിക്കുന്ന നിരീക്ഷകനായ ഒബ്സർവറായ ആത്മാവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളിലൂടെ കർമ്മത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഈ ഉപാസനയെക്കുറിച്ചും അഥവാ മനസ്സിൻ്റെ ഏകാഗ്രത, ആറ്റിറ്റ്യൂഡ്, മനസ്സിൻ്റെ വൈകാരികത, ഇതിനെക്കുറിച്ചും ആണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് മനസ്സിൻ്റെ യൂസർ മാനുവൽ എന്ന് പറയുന്നത്. ഈ 1-ാമത്തെ അധ്യായത്തിൽ ഈ യുദ്ധരംഗത്ത് അർജുനനും ശ്രീകൃഷ്ണനും വന്ന് ഇടപെടുന്ന ആ സാഹചര്യമാണ് വിവരിക്കുന്നത്. പാണ്ഡവന്മാരും അതേപോലെ കൗരവന്മാരും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു. പാണ്ഡവന്മാർ ധർമ്മത്തിൻ്റെ പക്ഷത്തും കൗരവന്മാർ അധർമ്മത്തിൻ്റെ പക്ഷത്തും നിൽക്കുന്നു. ഇവിടെ ഈ അർജുനൻ യുദ്ധത്തിന് തൊട്ട് മുമ്പായിട്ട് തൻ്റെ ബന്ധുക്കളെ കണ്ടിട്ട് ശരീരമൊക്കെ തളർന്നു വീഴുന്നു. ഈ ഒരു കഥാസന്ദർഭം വിവരിക്കുന്നതാണ് 1-ാമത്തെ അധ്യായം. അവിടുത്തെ അർജുനൻ്റെ സൈക്കോളജി, അർജുനൻ്റെ മനഃശാസ്ത്രം എന്താണെന്ന് വിവരിക്കുന്നതാണ്. അതാണ് അർജുന വിഷാദ യോഗമാണ്. അർജുനൻ്റെ വിഷാദത്തെ, അർജുനൻ്റെ മനസ്സിലുണ്ടാകുന്ന ഈ ഒരു കർമ്മവിമുഖത, അതിനെ വിവരിക്കുന്നതാണ് 1-ാമത്തെ അധ്യായം. 2-ാമത്തെ അധ്യായം ഇത് കണ്ടിട്ട് ശ്രീ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നതാണ്. അർജുനനോട് ശരിക്ക് ആത്മജ്ഞാനത്തിൻ്റെ മഹാത്മ്യം, ആത്മജ്ഞാനത്തിലൂടെ അവനവനെക്കുറിച്ച് അറിയുന്നതിലൂടെ അവനവൻ്റെ മനസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായ ആ സെൽഫ് ഒബ്സർവർ, ആ ഒബ്സർവിങ് ഫാക്കൽറ്റി, ആ അവനവനെ തന്നെ നിരീക്ഷകനായ സാക്ഷിയായ ആത്മാവിനെ അറിയുന്നതിൻ്റെ ഒരു പ്രാധാന്യം അദ്ദേഹം അവിടെ പറയുന്നു. അങ്ങനെ ആത്മജ്ഞാനത്തോടുകൂടി അവനവൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ആ കാമത്തെയും മറ്റും നമ്മൾ തുടച്ചു കളഞ്ഞ് മനസ്സിനെ ശുദ്ധീകരിച്ച് കർമ്മത്തിലേർപ്പെടുന്നതിനെക്കുറിച്ച്, കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ ജ്ഞാനത്തിലൂടെയും കർമ്മയോഗത്തിലൂടെയും മനസ്സിന് ശുദ്ധി വന്ന ഒരാളെ സംബന്ധിച്ച് പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ, അതായത് തൻ്റെ മനസ്സിലേക്ക് പ്രവേശിച്ച ആ കാമങ്ങളെ, അനാവശ്യമായ മോഹങ്ങളെ, ആഗ്രഹങ്ങളെ ഒരാൾ എങ്ങനെ ഇല്ലാതെയാക്കും, അങ്ങനെ അവയെ ജയിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സ്ഥിതപ്രജ്ഞത്വം, ഇതൊക്കെ വിവരിക്കുന്നതാണ് 2-ാമത്തെ അധ്യായം. ഈ 2-ാമത്തെ അധ്യായം ഭഗവത്ഗീതയുടെ മുഴുവൻ തന്നെ ആശയത്തെ ചുരുക്കി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജ്ഞാനം, കർമ്മം, അതേപോലെ ആറ്റിറ്റ്യൂഡ്, കറക്റ്റായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഇത് 3ഉം വിശദീകരിക്കുന്ന ഒരധ്യായമാണ് ഈ 2-ാമത്തെ അധ്യായം. ആ 2-ാമത്തെ അധ്യായത്തിൽ ശ്രീ ഭഗവാൻ ജ്ഞാനത്തെയും പ്രശംസിച്ചു, കർമ്മത്തെയും പ്രശംസിച്ചു. അപ്പോഴാണ് അർജുനന് കൺഫ്യൂഷനായത്. ശ്രീ ഭഗവാൻ ജ്ഞാനത്തെയാണ് പ്രശംസിക്കുന്നതെങ്കിൽ ഞാൻ ഈ ആത്മാവിനെ അറിഞ്ഞ് ഏതെങ്കിലും കാട്ടിലോ അല്ലെങ്കിൽ മലയുടെ മുകളിലോ പോയി ഞാനിങ്ങനെ തപസ് ചെയ്തിരുന്നോളാം, ഞാൻ ഭിക്ഷയാചിച്ച് എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചോളാം. അങ്ങനെ ഞാൻ നേരത്തെ അതാണ് അർജുനൻ പറയുന്നത്, ഈ എൻ്റെ ബന്ധുക്കളെ കൊന്ന് രാജ്യം നേടുന്നതിനേക്കാൾ നല്ലത് ഞാനൊരു ഭിക്ഷുവിൻ്റെ വൃത്തി സ്വീകരിക്കുന്നതാണ്, ഞാൻ ഭിക്ഷയാചിച്ച് ജീവിക്കുന്നതാണ് നല്ലത് എന്ന് അർജുനന് തോന്നുന്നു. ഞാൻ അങ്ങനെ ചെയ്തോളാം. അപ്പം പിന്നെ ജ്ഞാനത്തെ പ്രശംസിച്ചാൽ ഞാനിങ്ങനെ ആത്മജ്ഞാനിയായിട്ട് കണ്ണൊക്കെ അടച്ച് ഞാനിങ്ങനെ ആ ജ്ഞാനം സമ്പാദിച്ച് ഞാനിങ്ങനെ ഇരുന്നോളാം. പക്ഷേ പിന്നെന്തിനാണ് ഈ കർമ്മത്തെ അങ്ങ് പ്രശംസിക്കുന്നത്? ഞാൻ കർമ്മത്തിലേർപ്പെടണം എന്നങ്ങ് പറയുന്നു. അപ്പോൾ ജ്ഞാനത്തെയാണ് പ്രശംസിക്കുന്നതെങ്കിൽ ഞാൻ ജ്ഞാനിയായി തീരുക എന്ന് ഉപദേശിച്ചാൽ മതി. കർമ്മത്തെയാണ് പ്രശംസിക്കുന്നതെങ്കിൽ പിന്നെ ജ്ഞാനത്തിൻ്റെ പ്രാധാന്യം പറയരുത്. ഞാൻ കർമ്മത്തിലേർപ്പെടണം, നീ യുദ്ധത്തിലേർപ്പെടണം, നീ യുദ്ധത്തിൽ ശത്രുക്കളെ ജയിച്ച് നീ രാജ്യം ഭരിക്കണം എന്ന് പറഞ്ഞാൽ മതി. ഇത് രണ്ടും കൂടെ പറയുമ്പോൾ എനിക്കാകെ കൺഫ്യൂഷനായി. ശ്രീ ഭഗവാൻ പറയുമ്പോൾ അത് തെറ്റായിട്ടാവില്ല എന്ന് എനിക്കറിയാം. ഇതാണ് അർജുനൻ്റെ നിലപാട്. ശ്രീ ഭഗവാൻ പറയുമ്പോൾ തെറ്റായിട്ടുള്ള കാര്യം പറയും എന്ന് അർജുനൻ വിചാരിക്കുന്നില്ല. പക്ഷേ
അർജുനൻ അത് എന്താണെന്ന് വ്യക്തമാകുന്നില്ല. അവിടെ കൺഫ്യൂഷൻ നിലനിൽക്കുന്നു. അതാണ് ഇവിടുത്തെ അർജുനൻ്റെ ആദ്യ 2 ശ്ലോകങ്ങളിൽ, കർമ്മയോഗത്തിലെ ആദ്യ 2 ശ്ലോകങ്ങളിൽ അർജുനൻ്റെ ചോദ്യം. ആ അർജുനൻ്റെ ചോദ്യത്തിലൂടെ ഭഗവത്ഗീതയുടെ പ്രധാന വിഷയമായ ഈ ജ്ഞാനം കർമ്മം എന്ന 2 വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് ശ്രീ ഭഗവാൻ പ്രവേശിക്കുകയാണ്. ഈ 3-ാമത്തെ അധ്യായം മുതലാണ് ശരിക്കു പറഞ്ഞാൽ ഭഗവത്ഗീതയിലെ ചർച്ച ആരംഭിക്കുന്നത്. അത് ആ ചർച്ചയിൽ വളരെ സജീവമായി ഇടപെടുന്ന ഒരാളാണ്, ചോദ്യകർത്താവാണ് അർജുനൻ. അർജുനൻ ശ്രീ ഭഗവാൻ ഓരോരോ സന്ദർഭത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരമായി വീണ്ടും ശ്രീ ഭഗവാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അങ്ങനെ വളരെ വിശദമായ സത്യസന്ധമായ ക്യൂരിയോസിറ്റിയോടുകൂടിയ ഒരു ചർച്ചയാണ് ഭഗവത്ഗീതയിൽ ആകെ നടക്കുന്നത്, 18 അധ്യായങ്ങളിലും നടക്കുന്നത്. ആ ചർച്ചയിലേക്കുള്ള പ്രവേശമാണ് ഇവിടെ. അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തൽക്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുന ഉവാച, അർജുനൻ ചോദിച്ചു. ഉവാച പറഞ്ഞു അഥവാ ചോദിച്ചു. ജായസി ചേത് കർമ്മണഃ തേ മതാ ബുദ്ധി ജനാർദ്ദന. അല്ലയോ ജനാർദ്ദന, അങ്ങയുടെ മതം കൊണ്ട്, തേ മത അങ്ങയുടെ അഭിപ്രായത്തിൽ, അങ്ങയുടെ മതം കൊണ്ട്, ബുദ്ധി, ബുദ്ധി എന്ന് പറഞ്ഞാൽ അറിവ്, ജ്ഞാനം. ഇവിടെ ആത്മജ്ഞാനം, ഭഗവത്ഗീതയിലെ ജ്ഞാനം എന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ്. ശരീര മനസ്സുകളെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ഉള്ള ജ്ഞാനം. ഈ ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം സാധാരണ മനുഷ്യർക്കൊക്കെ അപ്രാപ്യമാണ് എന്ന് വിചാരിക്കരുത്. നമുക്കെല്ലാവർക്കും വളരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. നമ്മളിൽ തന്നെയുള്ള ഈ സാക്ഷി, നമ്മളിൽ തന്നെയുള്ള ഈ ഒബ്സർവിങ് ഫാക്കൽറ്റി, അതാണ് ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം ജായസി ചേത്, ശ്രേയസ്കരമാണ് എങ്കിൽ, എന്തിനേക്കാൾ, കർമ്മണഃ, കർമ്മത്തേക്കാൾ ശ്രേയസ്കരമാണ് ഈ ജ്ഞാനം എന്നുണ്ടെങ്കിൽ, കർമ്മമല്ല പ്രധാനം, അതാണ് മോക്ഷമാർഗം എന്നുണ്ടെങ്കിൽ, തത് കിം കർമ്മണി ഘോരേ മാം, ഈ ഘോരമായിട്ടുള്ള കർമ്മത്തിൽ, ഘോരേ കർമ്മണി മാം കിം നിയോജയസി, എന്തിനാണ് അങ്ങ് ഈ ഘോരമായ കർമ്മത്തിൽ നിയോഗിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ജ്ഞാനത്തെയും പ്രശംസിച്ചു, അതേപോലെ കർമ്മത്തെയും പ്രശംസിച്ചു. അപ്പോഴാണ് ഈ അർജുനന് കൺഫ്യൂഷൻ വന്നത്. ജ്ഞാനം കൊണ്ടാണ് മോക്ഷം കിട്ടുന്നതെങ്കിൽ ഞാൻ ജ്ഞാനിയായിട്ടിരുന്നോളാം, ഇവിടെ അതാണല്ലോ ഞാൻ പറയുന്നത്, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനം ശ്രേഷ്ഠമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആയിക്കോളാം. പിന്നെ എന്തിനാണ് ഈ കർമ്മത്തിൽ ഘോരമായ കർമ്മം? ഘോരമായ കർമ്മം എന്ന് പറഞ്ഞാൽ യുദ്ധകർമ്മമാണ് ഘോരമായ കർമ്മം. എല്ലാ കർമ്മവും ബുദ്ധിമുട്ടേറിയ കർമ്മമാണ്. യുദ്ധം പ്രത്യേകിച്ചും ബുദ്ധിമുട്ടേറിയ കർമ്മമാണ്. നമ്മൾ യുദ്ധം എന്ന് പറയുമ്പോൾ ഇവിടെ അർജുനൻ്റെ ഡ്യൂട്ടിയാണ് ഈ യുദ്ധം എന്ന് പറയുന്നത്, അല്ലാതെ ഇവിടെ ഹിംസയല്ല. ശ്രീ ഭഗവാൻ ഹിംസ ചെയ്യാൻ ഉപദേശിച്ചു എന്ന് തെറ്റിദ്ധരിക്കരുത്. അവിടെ അർജുനൻ ഒരു പാട്ട് പാടുന്ന ആളായിരുന്നു എന്ന് സങ്കല്പിക്കുക. അതായത് സ്റ്റേജിലേക്ക് ജസ്റ്റ് കയറി പാടാൻ വേണ്ടി, എന്നിട്ട് ജനങ്ങളെയൊക്കെ കണ്ടപ്പോൾ സഭാകമ്പം കൊണ്ട് അവിടുന്ന് പിന്തിരിഞ്ഞു പോരാൻ തുടങ്ങുന്ന ഒരു പാട്ടുകാരനോട് ഇപ്പറേ നിന്ന് ഒരുപക്ഷെ അയാളുടെ ഗുരുവോ അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഹായ് നീ തിരിച്ചു പോരരുത്, നീ തിരിഞ്ഞു നിന്ന് പാടൂ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ അർജുനനോട് നീ നിന്റെ ഡ്യൂട്ടി ചെയ്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. നീ ഏത് ഡ്യൂട്ടി ചെയ്യാനാണോ നീ ഇറങ്ങിപ്പുറപ്പെട്ടത് ആ ഡ്യൂട്ടി ചെയ്യൂ എന്നാണ് ശ്രീ ഭഗവാന്റെ ഉപദേശം. അല്ലാതെ ഒരിക്കലും ഹിംസ ചെയ്യൂ എന്നല്ല. ഇവിടെ സാന്ദർഭികമായി അർജുനന്റെ ഡ്യൂട്ടി എന്താണ്? ഒരു സോൾജിയറുടെ ഡ്യൂട്ടിയായി. സോൾജിയറുടെ ഡ്യൂട്ടി എന്താണ്? ഒന്നുകിൽ കൊല്ലുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആയുധമേറ്റ് മരിക്കുക. ആ ഡ്യൂട്ടി ചെയ്യൂ എന്നാണ് ശ്രീ ഭഗവാൻ ഇവിടെ അർജുനനോട് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, ഈ ഘോരമായ കർമ്മത്തിൽ മാം കിം നിയോജയസി, എന്തിനാണ് എന്നെ ഇങ്ങനെ നിയോഗിക്കുന്നത്? അതാണ് ശ്രീ ഭഗവാന്റെ ഉപദേശം. ആ സമയത്ത് അർജുനന് വ്യാമിശ്രമായതുപോലെ തോന്നുന്നു, കൺഫ്യൂസിങ് ആകുന്നത് പോലെ. അതാണ് കൺഫ്യൂസിങ് ആകുന്നതെന്നല്ല പറഞ്ഞത്, കൺഫ്യൂസിങ് ആകുന്നത് പോലെ. വ്യാമിശ്രേണേവ വാക്യേന
ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം വ്യാമിശ്രേണേവ വാക്യേന. വ്യാമിശ്രേണ ഇവ, ഇവ എന്ന് പറഞ്ഞാൽ പോലെ, ആ വ്യാമിശ്രമായത് എന്ന പോലെയുള്ള, കാരണം ശ്രീ ഭഗവാൻ പറയുന്നതാണ്, അതൊരിക്കലും അങ്ങനെ കൺഫ്യൂസിങ് ആവില്ല, അത് ക്ലിയറാണ്. പക്ഷേ എനിക്കത് ക്ലിയർ ആയില്ല, അതാണ് പ്രശ്നം, എൻ്റെ കുറവാണ്. അതുകൊണ്ടാണ് വ്യാമിശ്രേണ ഇവ വാക്യേന, അങ്ങയുടെ വാക്യം കൊണ്ട് ബുദ്ധിം മോഹയസി ഇവ, എൻ്റെ ബുദ്ധി ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നു എന്ന പോലെ എനിക്ക് തോന്നുന്നു. അതാണ് ബുദ്ധിം മോഹയസി ഇവ മേ തത് ഏകം വദ നിശ്ചിത്യ. ഇതില് ഏകം വദ, ഒന്ന് നീ പറയണം, ഏകം നിശ്ചിത്യവദ, അങ്ങ് തന്നെ ഏതാണ് ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്ന് നിശ്ചയിച്ചിട്ട് വദ പറയുക. യേന ശ്രേയഃ അഹം ആപ്നുയാം, യേന അഹം ശ്രേയഃ ആപ്നുയാം, യാതൊന്നുകൊണ്ടാണോ എനിക്ക് ശ്രേയസ്, ശ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം ശ്രേയസ് അങ്ങേയറ്റത്തെ ഒരാളുടെ പുരോഗതി എന്നാൽ മോക്ഷമാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ആത്യന്തിക സുഖമാണ്, തൃപ്തിയാണ്. മനസ്സ് ഇപ്പോൾ ശാന്തമായി തൃപ്തമായി ഇരിക്കുന്ന അവസ്ഥയാണ് ആത്യന്തിക സുഖം, ആത്യന്തിക ദുഃഖനിവൃത്തി. ആ ദുഃഖനിവൃത്തി ജ്ഞാനം കൊണ്ടുണ്ടാകുന്നു എന്നാണ്. ആ ജ്ഞാനത്തിന് വേണ്ട ചിത്തശുദ്ധി, മനഃശുദ്ധി, മനസ്സിൻ്റെ ഒരു ക്ലാരിറ്റി, അത് നമുക്ക് കർമാനുഷ്ഠാനത്തിലൂടെ ഉണ്ടാകുന്നു. ആ കർമാനുഷ്ഠാനത്തിലൂടെയുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ടാവുകയും ആ മെച്യൂരിറ്റി കൊണ്ട് അവനവൻ്റെ ശരീര മനസ്സുകളെയും ആത്മാവിനെയും കൃത്യമായി അറിഞ്ഞ് അതിലൂടെയാണ് ഈ ശരിക്ക്, കാരണം ആത്മാവെന്ന് പറയുന്നത് ശരീര മനസ്സുകളിൽ നിന്ന് വേറിട്ടതാണ് എന്ന അറിവിലൂടെയാണ് നേരത്തെ പറഞ്ഞ ആത്യന്തിക സുഖം ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് ശ്രേയസ് എന്ന് പറയുന്നത്. യേന ശ്രേയഃ അഹം ആപ്നുയാം, യാതൊന്നിലൂടെ എനിക്ക് ശ്രേയസ് ഉണ്ടാകുമോ അത് ഏകം നിശ്ചിത്യവദ, അത് ഏതാണെന്ന് നീ പറയണം. ഇത് രണ്ടും കൂടെ എനിക്ക് പറ്റില്ല. ജ്ഞാനമാണ് ശരിയെങ്കിൽ പിന്നെ കർമ്മം ചെയ്യണ്ട, ഞാൻ എവിടെയെങ്കിലും പോയിരുന്ന് ഇങ്ങനെ ആത്മജ്ഞാനം നേടിയാൽ മതി. അതേസമയം കർമ്മമാണ് ശരിയെങ്കിൽ ഞാനിങ്ങനെ കർമ്മത്തിൽ, അപ്പോൾ ഈ കർമ്മവും എന്ന് പറയുന്നത് ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന് അർജുനന് ഈ തുടക്കത്തിൽ, ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ ആ ബോധം അർജുനന് വന്നിട്ടില്ല. പഠിച്ചു തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥിയാണ് അവിടെ അർജുനൻ. അതുകൊണ്ടാണ് ഈ ചോദ്യം. അവിടെ ഈ കർമ്മവും ജ്ഞാനവും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നു അർജുനനെ സംബന്ധിച്ചിടത്തോളം. ഈ തോന്നൽ ശ്രീ ഭഗവാന് ജ്ഞാനത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും വിവരിച്ചു തുടങ്ങാനുള്ള ഒരു നല്ലൊരു ഭൂമികയായി, ഒരു നല്ലൊരു അടിത്തറയായിത്തീരുന്നു. അവിടുന്ന് ഈ ജ്ഞാനത്തെയും കർമ്മത്തെയും കുറിച്ചുള്ള ചർച്ചയിലൂടെ ഭഗവത്ഗീത പുരോഗമിക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ശ്രീ ഭഗവാന്റെ ഉത്തരം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ആ അടുത്ത എപ്പിസോഡ് ഉൾപ്പെടെയുള്ള ഈ ഗീതാസബരിയുടെ തുടർ എപ്പിസോഡുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.